അബാക്കസ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയോ? മക്കൾ ഇത് കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് അബാക്കസ്. ആദ്യമായിട്ട് നമ്മൾ അബാക്കസിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. മക്കളെല്ലാവരും പെൻസിലൊക്കെ എടുത്തു വെച്ചില്ലേ? ഇനി മിസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ അബാക്കസിൻ്റെ ഫ്രെയിം. എന്തിനാ ഫ്രെയിം കൊടുത്തിരിക്കുന്നത്? നമ്മളെ അബാക്കസിൻ്റെ മുത്തുകളെല്ലാം താഴെ പോവില്ല അല്ലെങ്കിൽ ഫ്രെയിം ഇല്ലെങ്കിൽ. ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ച് കണ്ടിട്ടില്ലേ? ഫോട്ടോ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അബാക്കസിൻ്റെ ബീഡ്സുകളെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? നമ്മുടെ ഫ്രെയിം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാർ. ഏതാണ് ബാറ്? ഈ നടുക്ക് കൂടെ ഒരു കോല് കാണുന്നില്ലേ? അതിന് പറയുന്ന പേരാണ് ബാർ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് താഴെ കുറേ മുത്തുകൾ കാണുന്നില്ലേ? ആ മുത്തുകളെയൊക്കെ പേരാണ് ലോവർ ബീഡ്സ്. നമ്മൾ ഈ മാലകളിലൊക്കെ ഉള്ള മുത്തുകളില്ലേ, അതുപോലെയുള്ള മുത്തുകളാണ് നമ്മളെ അബാക്കസിലുള്ളത്. ആ മുത്തുകൾക്ക് പറയുന്ന പേരാണ്, താഴെയുള്ള മുത്തിന് എന്താ പറയുക? ലോവർ ബീഡ്സ് എന്ന് പറയും. മുകളിലുള്ള ബീഡ്സിന് അപ്പർ ബീഡ്സ് എന്ന് പറയും. അതെന്താണ്? അപ്പർ ബീഡ്സ്. താഴെയുള്ള മുത്തിൻ്റെ പേരെന്താണ്? ലോവർ ബീഡ്സ്. മുകളിലുള്ളതോ? അപ്പർ ബീഡ്സ്. ഇനി നമ്മൾ ഈ മുത്തുകളൊക്കെ കോർത്തിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു കോല് കാണുന്നില്ലേ? കണ്ടോ? മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ടിരിക്കുന്ന ആ കോലുകൾക്കൊരു പേരുണ്ട്. ആ കോലിൻ്റെ പേരാണ് റോഡ്. നമ്മൾ വണ്ടി പോകുന്ന റോഡല്ല കേട്ടോ, റോഡ്. ROD. ഈ മുത്തുകൾ ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകൂലേ, അതിന് പറയുന്നതാണ് റോഡ്. മുത്തുകൾ കോർത്തിട്ടിരിക്കുന്നതിന് എന്താ പറയുക? റോഡ്. ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഫ്രെയിം. പിന്നെയോ ബാർ. അടുത്തതായിട്ട് നമ്മൾ ലോവർ ബീഡ്സ്, അപ്പർ ബീഡ്സ്, റോഡ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പൊട്ടുകൾ കാണുന്നില്ല അബാക്കസില്? എത്ര പൊട്ടുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 പൊട്ടുകൾ. എത്ര പൊട്ടുകളാ? 5 പൊട്ടുകളുണ്ട് അല്ലേ? അതിന് പറയുന്നത് യൂണിറ്റ് പോയിന്റ്സ്. എന്താ പറയുന്നത്? യൂണിറ്റ് പോയിന്റ്സ്. പിന്നെ നടുക്കൊരാളുണ്ട്. 2 പേര് അപ്പുറത്തുണ്ട്, 2 പേര് ഇപ്പുറത്തും ഉണ്ട്. അതിൻ്റെ നടുക്കുള്ള ആളെ പറയുന്ന പേരാണ് സെൻറ്റർ പോയിന്റ്. ഒന്ന് പറഞ്ഞേ, സെൻറ്റർ പോയിന്റ്. അപ്പം ഇത്രയാണ് നമ്മളെ അബാക്കസിൻ്റെ ഭാഗങ്ങൾ. ഇത് മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് അബാക്കസിൻ്റെ ഭാഗങ്ങൾ ഒരു നോട്ട്ബുക്കിൽ വരച്ചു വെക്കണം. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവർ ഈ വീഡിയോ ആദ്യം മുതൽ 2-3 പ്രാവശ്യം കാണാം. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് നമ്മുടെ ക്ലാസ് കണ്ടിരിക്കണം കേട്ടോ. എൻ്റെ ഇടയ്ക്ക് എണീറ്റ് പോവുകയൊന്നും ചെയ്യരുതേ. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷൻ ഇതിൽ ഓഫായിരിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. മുതിർന്നവർക്കുള്ള വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.